നിന്റെ ഗോപേട്ടന്റെ മറുപടി ഒന്ന് വേഗം വരാൻ പ്രാർത്ഥിക്കും. പുള്ളിക്കാരന്റെ സാങ്ഷൻ കൂടി കിട്ടിയിട്ട് വേണ്ടേ മുഹൂർത്തം നിശ്ചയിക്കാൻ. തികഞ്ഞ സമ്പത്തിന് നടുവിലും നിറഞ്ഞ ദുഃഖവും വേറെ ജീവിക്കായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോൾ എന്നേക്കാൾ ഭാഗ്യവാനായി മറ്റാരുമില്ലെന്ന് തോന്നിപ്പോകുന്നു. സിന്ധു, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുണ്ട്. സിന്ധുവിന് ഇഷ്ടപ്പെട്ട നിറമേതാണ്? ചുവപ്പ് ഇഷ്ടമാണോ? അച്ഛൻ പറഞ്ഞു നമ്മുടെ വിവാഹത്തിന് നിറയെ കസവുള്ള ചുവന്ന സാരിയാണ് വാങ്ങാൻ പോകുന്നത്. അത് സിന്ധുവിന് ഇഷ്ടമാണ്. എന്തിനാണ് കരയുന്നത്? എന്റെ പൊന്നു മോനിൽ എന്തിനാ കരയുന്നത്? എനിക്ക് കരിമ്പ് വേണം. അത്രേ ഉള്ളൂ. ഡാഡി ഇതാ ഇപ്പം പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇതാ കരിമ്പ്. ഇനി എന്തിനാ കരയുന്നത്? ഇതാ കരിമ്പ്. ഇവിടെ കരിമ്പ് വേണമെന്ന് പറഞ്ഞ് കരിമ്പ് കൊണ്ട് തന്നു. ഇനി എന്തിനാ കരയുന്നത്? ഓ, രണ്ടാക്കി തരണം. ഇതാ രണ്ടാക്കിയിരിക്കുന്നു. ഇനി മോൻ കരയണ്ട. എടാ രണ്ടാക്കി തരാൻ പറഞ്ഞു, രണ്ടാക്കി തന്നു. അതങ്ങ് പറഞ്ഞാൽ പോരെ. അതിന് കരയണോ? നാലാക്കാൻ പറഞ്ഞു, നാലാക്കി തന്നു. പിന്നെ എന്തിനാ കരയുന്നത്? രണ്ടായിട്ട് വെട്ടിക്കളി ഞാൻ പറഞ്ഞേക്കാം. നിർത്താം, നിർത്താം. ചേടാ കരിമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, കരിമ്പ് കൊണ്ടുവന്നു. രണ്ടാക്കാൻ പറഞ്ഞു, രണ്ടാക്കി. വീണ്ടും രണ്ടാക്കാൻ പറഞ്ഞു, അതിനെ നാലാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? പറയടാ. കുത്തിയൻ. അയ്യോ, ഡാഡി പാട്ടുപാടുന്ന പടമല്ലേ? ഡാഡിക്കന്ന് നല്ല ചമയായിരുന്നു. മോനെ, അത് മോനെങ്ങനെ അറിയാം? പറഞ്ഞതല്ലോ. പറയും മോനെ, പറയും മോനെ. എങ്ങനെ അറിയാന്നാ ചോദിച്ചത്? പറഞ്ഞാമത്തല്ലോ. ഇല്ല, ഞാൻ പറയത്തില്ല. അമ്മയുടെ പൊന്നു മോനല്ലേ? അമ്മയുടെ മോന് സ്നേഹമില്ലേ? പറ മോനെ. പറഞ്ഞമ്മ ദേഷ്യപ്പെടോ? ഇല്ല, പറ മോനെ. അത് ഞാന് പിന്നെ ഇത് രവിപ്രസാദിന്റെ വീട് തന്നെയല്ലേ? കൊള്ളാമല്ലോ.
പോയി നോക്കിയിട്ട് വാ. 1 മണിയല്ലേ കേട്ടത്? ഞാനപ്പോ പതുക്കെ പോയാ മതില്ലേ? പോയിട്ട് വാ. അച്ഛാ, മോനെ, നിനക്ക് കാണാമോ മോനെ? കാണാമോ? കാണാം അച്ഛാ, എല്ലാം. അച്ഛൻ, ഡോക്ടർ, എല്ലാം. ഡോക്ടർ, എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. സിന്ധു എവിടെ അച്ഛൻ? അവൾ വന്നില്ലേ? അച്ഛാ, സിന്ധു എവിടെ? എനിക്ക് അവളെ കണ്ണു നിറയെ ഒന്ന് കാണണം. എവിടെ? അതാണ് മോനെ സിന്ധു. ആ കണ്ണുകൾ കൊണ്ടാണ് നീ കാണുന്നത്. ഇതേ പ്രതി തന്നെയാണ് കണ്ണൂരിലുള്ള ചന്ദ്രമോഹനെയും ചേർത്തലയിലെ ഗിരീഷിനെയും കൊന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോയി എന്നൊരു കോളേജ് വിദ്യാർത്ഥിയെ സിനിമാ തിയേറ്ററിൽ നിന്നും ലോഡ്ജിൽ കൂട്ടിക്കൊണ്ടുപോയി ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നതും ഇവൻ തന്നെയാണ്. ചുറ്റി കൊണ്ട് അടിച്ചുകൊല്ലുക എന്നതാണ് പ്രതിയുടെ മോഡസ് ഓപ്പറാണ്ട. അവന്റെ ഇരകളിൽ നിന്നും ആരും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുവരെ കിട്ടിയ തെളിവുകൾ വെച്ച് പ്രതിയുടെ ഏകദേശ രൂപം ഞാനിപ്പോ കാണിക്കാം. നോക്കൂ. ഇൻസ്പെക്ടർ, എന്ത് ത്യാഗം സഹിച്ചും ഇവനെ ഞാൻ കണ്ടുപിടിക്കും. എന്റെ പൊന്നു പെങ്ങളെ കൊന്ന ഈ ദുഷ്ടനെ കണ്ടുപിടിക്കാതെ ഇനി ഞാൻ അടങ്ങില്ല. മിസ്റ്റർ രവിപ്രസാദ്, ഗവൺമെന്റ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഭീകരനായ കൊലയാളിയാണിവൻ. ഇവനെ പിടികൂടാൻ സഹായിച്ചാൽ അത് ഈ ഡിപ്പാർട്ട്മെന്റിനോടും അതിലുപരി ഈ നാട്ടിലെ ജനങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. സാർ, ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ആ മനുഷ്യമൃഗത്തെ ഞങ്ങൾ പിടിക്കും, തീർച്ച. ഒരു കാര്യം കൂടി. സിന്ധു കൊല ചെയ്യപ്പെട്ടതിന് ഏക ദൃക്സാക്ഷി കുട്ടി മാത്രമാണ്. ആ കുട്ടിക്ക് അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് സിന്ധുവിനെ കൊന്നതെന്ന് ഞങ്ങളുടെ ബലമായ സംശയം. പെട്ടെന്നുണ്ടായ ഷോക്കിൽ കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രതിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ ഇപ്പോൾ സാധ്യമല്ല. ഏതായാലും സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനായിരിക്കും ആപത്ത് സംഭവിക്കുക. താങ്ക് യു.